വീഡിയോ കാണുമ്പോഴേ എല്ലാവരും ഗാർഡൻ്റെ അപ്ഡേഷൻ കാണിക്കണം എന്ന് എപ്പോഴും പറയലുണ്ടായിരുന്നു കേട്ടോ. അപ്ഡേഷനായിട്ടൊന്നുമില്ല, ഗാർഡനൊക്കെ എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഡെയിലി നനയ്ക്കുന്നതുകൊണ്ട് ഡെയിലി നോക്കുന്നതുകൊണ്ടൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നം മാത്രം പറ്റിയിട്ടുണ്ട്. നമ്മുടെ വാട്ടർ ബാമ്പ് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചത് അത് ശരിയായിട്ടില്ല. എടുത്ത് പുറത്തേക്ക് തന്നെ വെക്കണം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഇതിലൊരു മോട്ടറുണ്ട്, ഒരു ചെറിയൊരു ഫൗണ്ടൈൻ ഉണ്ട്, ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നുള്ളത്. അതിനൊരു മോട്ടറും ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടേ. അതൊന്ന് ഫിറ്റാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതൊന്നും എടുത്ത് പുറത്തേക്ക് വെക്കാം. അതിൽ മീനുകൾ പെട്ടിട്ടുണ്ട്, കളയട്ടെ. അങ്ങനെ ഇത് അവിടെയും ശരിയാവുന്നില്ല, പുറത്തേക്ക് തന്നെ വെക്കാൻ പോവാണേ. ഓക്കേ, ബാക്കിയൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ. കുറച്ച് പുല്ലൊക്കെ പൊരിക്കാനുണ്ട്. അത് അനുമോളും ഇവിടെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനെ വെച്ചിരിക്കുകയാണ്. തലായിട്ടൊന്നും ചെയ്യൂല. യാശു, ഈ കല്ലാട കൊണ്ടുവച്ചാ ഇത് പറ്റുമോ? വേണ്ട. ഇത് വേറെന്തായിരുന്നു? കാറ്റ്സ് ക്ലോ ഒന്ന് നട്ടായിരുന്നു. അത് ഇതാ ഇവിടെ ഇങ്ങനെ ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ, കയറി വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ വരണം. ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെന്താ പറയുക, കുറേ ബോട്ടിലുകളും ഒക്കെ വെള്ളം നിറച്ചിട്ട് കുറേ ചെടികളൊക്കെ വന്നതിന് ശേഷം വെച്ചിട്ടുണ്ട്. ഒന്ന് ഉഷാറായിട്ട് വരട്ടെ. ചെറിയൊരു മോട്ടറാണേ, അത് മതിയല്ലേ. ഒരു 7 ഫീറ്റ് ഹൈറ്റിൽ വെള്ളം പോകുന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് ചെറിയൊരു ഹൈറ്റേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഒന്ന് നോക്കി നോക്കാം. വർക്കിംഗ് ആണോ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ. ഫിറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശശിയായി. ചുമന്നിട്ട് സൗണ്ട് തരം മാറിയിട്ടില്ലേ. ഇതാണ് സാധനം. ഫ്രണ്ടിലത്തെ ബുഷന്ന് വെട്ടിയിരുന്നില്ലേ, അതൊക്കെ നല്ലപോലെ പച്ചപ്പായിട്ടുണ്ട് കേട്ടോ. ശരിക്കും വന്നിട്ടുണ്ടേ, ആ സൈഡും ശരിക്കും വന്നിട്ടുണ്ട്. പിന്നെ അന്ന് ഞാൻ വെച്ച ആ ഒരു ട്രയലുള്ളത് അതും ഗ്രീനായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് അപ്ഡേഷൻ ഉള്ളത്. ഇനി ഇത് ഫിറ്റ് ചെയ്യാം. ഇത് അവിടെ ഓസ് ഫിറ്റ് ചെയ്യുന്നതാണ്. ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ പ്രതീക്ഷ ഒന്നുമില്ല, നോക്കാം. ഇവിടെ മുമ്പുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് അഴിച്ചു വെച്ചാണ്. ആ മോട്ടർ ബോർഡ് നോക്കിയിട്ട് കാണുന്നില്ല. ഇത് കേടുവന്നതാണോ എന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഇതിലേക്ക് വേണം ഇത് കയറ്റി വിടാൻ. മുമ്പ് ചെറിയൊരു ചട്ടിയിട്ട് പൈല വെച്ചാൽ കേട്ടോ. വെള്ളവും കല്ലും മണ്ണില്ലല്ലേ. സാധനം പറയോ, ലക്കി പമ്പ്. സംഭവം ഒരുവിധം ഫിറ്റാക്കിയിട്ടുണ്ട്. ഓണാക്കിയോ പറഞ്ഞു. ആ സ്വിച്ച് ഒന്നിടാ. ഇത് മുമ്പേ ഇത് ശരിക്കും കണ്ടായിരുന്നു കേട്ടോ. അന്ന് ഇത് ഇത്ര വലുതായിട്ടില്ല, ചെറിയൊരു ഇതായിരുന്നു. അതിൻ്റെ വീഡിയോ നമുക്ക് അതിലെടുത്തതല്ല. ഇപ്പോൾ അത് ധ്യാനേനെ വന്ന് ചാർന്നത് വേണ്ട, ഇത് കൂടെയാണ് വന്ന് ചാർന്നു. അന്ന് ഒരു പൈപ്പ് കൂടെ അനുമോള് വരച്ചുണ്ടാക്കി കേട്ടോ, മുളയുടെ ഷേപ്പിലൊരു പൈപ്പ്. അങ്ങനെ ചാർട്ടെ. ഇങ്ങനത്തെ പോണ്ടകളെ ഒരു വെള്ളത്തിനൊരിളക്കം എപ്പോഴും വേണം, എന്നാലും അത് നീറ്റായിട്ട് ഇരിക്കുള്ളൂ. ഞാനൊരു ഇതിൽ വായിച്ചാണ് കേട്ടോ, കുറേ വീഡിയോസിൽ കണ്ടാണ്. ഇങ്ങനത്തെ പോണ്ടകളുണ്ടെങ്കിൽ അതിനൊരു വെള്ളത്തിനൊരിളക്കം എപ്പോഴും കൊടുക്കണമെന്നുള്ളത്.
ഈ ഒരു സംഭവേ കരയത്തും വെള്ളത്തിലൊക്കെ വെക്കാന്ന് പറഞ്ഞു 5 വർഷമായി ഇതിനൊരു ഗ്രോത്ത് ഇല്ല. അതെന്താ സംഭവം എന്ന് അറിയുന്നവരൊരു പറഞ്ഞായിരുന്നു. വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിലേ നമ്മുടെ ഈ കക്ക പോലൊരു സാധനമുണ്ട്. ഇതുകൊണ്ട് വന്നിട്ട് ഇല നല്ലപോലെ നശിപ്പിക്കുന്നുണ്ട്. ഇത് ഒഴിവാക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇതൊരു ചെറിയ ചെറിയ പ്രാണി, അതിങ്ങനെ വലുതായിട്ട് നമ്മുടെ കക്കല്ലേ അതുപോലെ ആവുന്നുണ്ട്. അത് ഇനി ഇത് നിറച്ചായിട്ട് ഈ ചെടികളൊക്കെ നാശാക്കുന്നുണ്ട്. അതില്ലാണ്ടാക്കാൻ എന്താ വഴി എന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം അറിയുന്നവരുണ്ടെങ്കിൽ. എനിക്കറിയില്ല, കുറേ ആയിട്ട് ഈ വെള്ളം ക്ലീനാക്കുന്നൊക്കെ ഉണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വീണ്ടും വീണ്ടും വരികയാണ്. അത് ഒച്ചു പോലെ, കക്കയല്ല, ഒച്ചു പോലെ ഒരു സാധനം. കണ്ടോ കണ്ടോ? ഇതിൽ ഇനി അടുത്ത പണി, ബാക്കിൽ ചെറിയൊരു പോണ്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ടിൽ മുമ്പുണ്ടായിരുന്നത് ഞാനെടുത്ത് ബാക്കിൽ കൊണ്ടുവച്ചാണ് കേട്ടോ. അതിലും കുറേ മീനുകളൊക്കെ ഉണ്ട്. അത് വൃത്തിയാക്കിയിട്ട് കുറേ ഇട്ടുണ്ട്. അടുത്ത വീഡിയോ അത് വൃത്തിയാക്കുന്ന വീഡിയോ ആണ്. കിളികളൊക്കെ ഉഷാറാണ് കേട്ടോ. ഇതും വെള്ളം ഒന്ന് വൃത്തിയാക്കാണ്ട് ഈ ഭാഗമൊക്കെ ഒന്ന്. അടുത്ത വീഡിയോ അതാണ്. കിച്ചൻ്റെ ബാക്ക് സൈഡിലുള്ളതാണ്. ഒരുപാട് ഗപ്പികളുണ്ട് കേട്ടോ, നിറച്ച് ഗപ്പികളാണ് ഇതിൻ്റെ അകത്തും. പിന്നെ ഒരു ആമ്പലും ഉണ്ട്, വാട്ടർ പോപ്പി ഉണ്ട്, വേറെ 2-3 ചെടികളൊക്കെ അതിനകത്തും ഉണ്ട്. അടുത്ത വീഡിയോ ഇതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഗാർഡൻ്റെ അപ്ഡേഷൻ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ആ ഒരു മോട്ടർ ഞാൻ കുറേ ദിവസമായിട്ട് ഓർഡർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അത് ഫിറ്റ് ചെയ്യാനൊരു ഗ്യാപ്പ് ഇട്ടിരുന്നില്ല. ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിപ്പോൾ ഫിറ്റാക്കിയതാണ്. എന്തായാലും അതിൽ സെലോട്ടൊപ്പം ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ, വെറുതെ വെച്ചിട്ടുള്ളൂ. ആദ്യം അതൊക്കെ വൃത്തിയാക്കട്ടെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ.